മെഡിക്കെയർ ഫാർമസികളിൽ ഒരേ മരുന്നിന് പല വില ഈടാക്കുന്നതിൽ നടപടി. പാലക്കാട് ജില്ലയിലെ എല്ലാ മെഡിക്കെയർ ഫാർമസികളിലേക്കും ഏകീകൃതമായി ഒരുപോലെ കുറഞ്ഞ വിലയിൽ മരുന്ന് വാങ്ങി പ്രശ്നം പരിഹരിക്കാനാണ് തീരുമാനം. മരുന്നുകളും മെഡിക്കൽ ഉപകരണങ്ങളും വിതരണം ചെയ്യുന്നതിനുള്ള ക്വട്ടേഷൻ ക്ഷണിച്ചുകൊണ്ട് മെഡിക്കെയർ സൂപ്രണ്ട് ഉത്തരവ് പുറത്തിറക്കി. മെഡിക്കെയർ ഫാർമസികളിൽ തോന്നുംപടി വില ഈടാക്കുന്നുവെന്ന റിപ്പോർട്ടർ വാർത്തയ്ക്ക് പിന്നാലെയാണ് നടപടി. ഇന്ന് രാവിലെയാണ് മാധ്യമങ്ങളിൽ കൊട്ടേഷൻ്റെ ഒരു പരസ്യം പ്രത്യക്ഷപ്പെട്ടത്. മരുന്ന് ഏറ്റവും കുറവ് വിതരണം ചെയ്യുന്ന കമ്പനികളെ ക്ഷണിച്ചുകൊണ്ടുള്ള പരസ്യമാണത്. ഇപ്പോൾ നാളിതുവരെ വിതരണം ചെയ്തത് അമിത നിരക്ക് ഈടാക്കിയാണെന്ന് മെഡിക്കെയർ തന്നെ സാക്ഷ്യപ്പെടുത്തുകയാണ്. അപ്പോൾ ഇത്തരം ഒരു സാഹചര്യത്തിൽ ഈ അമിതമായി നിരക്ക് ഈടാക്കിയ ജീവനക്കാർക്കെതിരെ നടപടി സ്വീകരിക്കാൻ തയ്യാറാണ്. അതോടൊപ്പം തന്നെ ഈ അമിതമായി ഈടാക്കിയ നിരക്ക് പണം എവിടെ പോകുന്നു എന്നത് സംബന്ധിച്ചും ആരാണ് ഈ പർച്ചേസ് ഓർഡർ കൈകാര്യം ചെയ്തത് എന്നത് സംബന്ധിച്ചും നടപടിയെടുക്കാൻ കലക്ടർ തയ്യാറാവണം. ഇക്ബാൽ അറക്കലാണ് ഈ വാർത്ത കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തത്. ഇക്ബാൽ നമുക്കൊപ്പം തത്സമയം ചേരുന്നു. ഗുഡ് ഈവനിങ് ഇക്ബാൽ അറക്കൽ. വീണ്ടും ഒരു വാർത്തയിൽ കൂടി നമുക്ക് ആളുകളുടെ ജീവിതത്തിൽ ഒരു മാറ്റമുണ്ടാക്കുന്ന ഒരു ഇടപെടൽ കൊണ്ടുവരാൻ സാധിച്ചിരിക്കുകയാണ്. ഇനി അങ്ങോട്ട് 100, 140, 120 അങ്ങനെ പല വിലയായിരിക്കില്ല മാസ്കുകൾക്കടക്കം. ഒരേ വില അത് എല്ലായിടത്തും നടപ്പാക്കാനുള്ള സംവിധാനത്തിലേക്ക് പോവുകയല്ലേ? എന്തൊക്കെയാണ് വിവരങ്ങൾ? സുജിയ, ഇന്നലെ വൈകിട്ട് 4 മണിയോട് കൂടിയാണ് ഗുഡ് ഈവനിംഗ് വിത്ത് സുജിയയിൽ നമ്മൾ ഈ മെഡിക്കെയർ ഫാർമസികളിലെ പല വിലയെക്കുറിച്ചുള്ള വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത്. ഇന്നലെ വൈകുന്നേരം ആകുമ്പോഴേക്കും ഈ വിഷയത്തിൽ കൃത്യമായി തന്നെ ഈ മെഡിക്കെയർ ഫാർമസികളുടെ സൂപ്രണ്ട് ഈ വിഷയത്തിൽ ഇടപെടുകയായിരുന്നു. അതായത് തോന്നുംപടിയായിരുന്നു പാലക്കാട് ജില്ലയിലെ മെഡിക്കെയർ ഫാർമസികളിൽ മരുന്നുകൾക്ക് വില ഈടാക്കിയിരുന്നത്. നെബുലൈസർ മാസ്കിൻ്റെ വില ഇന്നലെ നമ്മൾ പരിശോധിച്ചിരുന്നു. അതിൻ്റെ ബില്ലുകൾ എടുത്ത് പരിശോധിച്ചപ്പോൾ പാലക്കാട് ജില്ലാ ആശുപത്രി കോമ്പൗണ്ടിലെ 2 മെഡിക്കെയർ ഫാർമസികളിൽ തന്നെ 2 വിലയാണ് നെബുലൈസർ മാസ്കിന് ഈടാക്കിയിരുന്നത്. ജില്ലാ ആശുപത്രിയിലെ മെഡിക്കെയർ ഫാർമസിയിൽ 100 രൂപ ഈടാക്കുമ്പോൾ തൊട്ടപ്പുറത്തുള്ള വനിതകളുടെയും കുട്ടികളുടെയും ആശുപത്രിയിൽ 120 രൂപ ഈടാക്കുന്നു. അതേ നെബുലൈസർ മാസ്ക് ചിറ്റൂരെ മെഡിക്കെയർ ഫാർമസിയിലേക്ക് എത്തുമ്പോൾ 149 രൂപയാണ് അവിടെ ഈടാക്കിയിരുന്ന വില. അങ്ങനെ ഒരേ മരുന്നിന് തന്നെ പല വില ഈടാക്കിയിരുന്ന സാഹചര്യത്തിലാണ് നമുക്ക് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യേണ്ടി വന്നിരുന്നത്. വളരെ സാധാരണക്കാരായ ജനങ്ങൾക്ക്, രോഗികൾക്ക് കുറഞ്ഞ വിലയിൽ മരുന്ന് ലഭിക്കാൻ വേണ്ടിയാണ് സർക്കാർ ഇത്തരത്തിലുള്ള ഒരു മെഡിക്കെയർ ഫാർമസി എന്ന രീതിയിലുള്ള പദ്ധതി ആരംഭിച്ചത്. ആ ഫാർമസിയിലാണ് ഇത്തരത്തിൽ ജീവനക്കാർ തോന്നുംപടിയുള്ള വില ഈടാക്കിക്കൊണ്ട് രോഗികളെ ബുദ്ധിമുട്ടിച്ചിരുന്നത്. മരുന്ന് കമ്പനികൾക്ക് സഹായിക്കാൻ വേണ്ടിയായിരുന്നു ഇത്തരത്തിലുള്ള ശ്രമങ്ങൾ ഫാർമസി ജീവനക്കാർ നടത്തിയിരുന്നത്. ഏതായാലും ഈ വിഷയത്തിൽ ഉടൻ തന്നെ മെഡിക്കെയർ ഫാർമസിയുടെ സൂപ്രണ്ട് ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ ഇടപെടുകയായിരുന്നു. ഏതായാലും പാലക്കാട് ജില്ലയിലെ 7 മെഡിക്കെയർ ഫാർമസികളിലേക്കും ഒരുപോലെ തന്നെ മരുന്നുകൾ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയുള്ള കൊട്ടേഷനാണ് ഇപ്പോൾ മെഡിക്കെയർ ഫാർമസിയുടെ സൂപ്രണ്ട് ക്ഷണിച്ചിരിക്കുന്നത്. ഇതിനു വേണ്ടിയുള്ള ഒരു പരസ്യവും ഇന്ന് രാവിലെയോടുകൂടി മാധ്യമങ്ങൾക്ക് നൽകുകയും ചെയ്തിട്ടുണ്ട്. ഇനി ഏതായാലും ഏകീകൃതമായി ഈ മരുന്ന് വാങ്ങുന്നതോടുകൂടി എല്ലാ മെഡിക്കെയർ ഫാർമസികളിലും ഒരേ വിലയിൽ ഈ മരുന്നുകൾ നൽകേണ്ടി വരും. മരുന്നുകൾ മാത്രമല്ല, ഈ മെഡിക്കൽ ഉപകരണങ്ങൾ ഉൾപ്പെടെ ഇതേ രീതിയിൽ ഏകീകൃതമായി ഒരേ വിലയിൽ വാങ്ങി ഒരേ വിലയിൽ രോഗികൾക്ക് നൽകാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ഏതായാലും പല വില ഇനി നടക്കില്ല. അത് ഇങ്ങനെയുള്ള തട്ടിപ്പുകൾ ശ്രദ്ധയിൽപ്പെട്ട് കഴിഞ്ഞാൽ അത് അപ്പോൾ തന്നെ നമുക്ക് അധികൃതരുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്ന നമ്മുടെ ഈ ഒരു പ്രവർത്തനം തുടരുക തന്നെ ചെയ്യാം.